നയത്തിൽ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ദീർഘകാല പങ്കാളിയായ ചൈനയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ നിർണായക ഭാഗമായ പാകിസ്ഥാൻ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറിയത്. 60,000 ബില്യൺ ഡോളറിന്റെ, അതായത് ഏകദേശം 52 ലക്ഷം കോടി രൂപ ഈ മെഗാ പദ്ധതി പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിയുടെ നെട്ടലായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ചൈനയുടെ ഈ നീക്കം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. ചൈനയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ അമേരിക്കയുമായി സമീപകാലത്ത് ഉണ്ടാക്കിയ അടുത്ത ബന്ധമാണ്. അമേരിക്കൻ സഹായം സ്വീകരിക്കുന്നത് പാകിസ്ഥാന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പാക് നേതാക്കൾ കരുതിയിരുന്നു. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന സഖ്യകക്ഷി അമേരിക്കയുമായി കൈകോർക്കുന്നത് തങ്ങളുടെ സ്വാധീനത്തിന് വെല്ലുവിളിയാകുന്നതായി അവർ കാണുന്നു. തങ്ങളുടെ പ്രധാന ശത്രുവായി കരുതുന്ന ഒരു രാജ്യവുമായി പാകിസ്ഥാൻ അടുപ്പം സ്ഥാപിക്കുന്നതിൽ ചൈന അതൃപ്തരാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങളും ഈ തീരുമാനത്തിന് കാരണമായി കരുതപ്പെടുന്നു. ഈ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടുകൾ ചൈനയുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിരുന്നു. പാകിസ്ഥാൻ പലപ്പോഴും ചൈനയുടെ വിശ്വസ്തത നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവരുടെ നയങ്ങൾ പലപ്പോഴും അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതായി ചൈന വിലയിരുത്തുന്നു. ചൈന തങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വവും ഉറപ്പ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയും ചൈനയുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ വിവിധ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ജീവനക്കാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും ചൈനയെ പിന്നോട്ട് വലിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഈ സുരക്ഷാ ഭീഷണികൾ തങ്ങളുടെ പദ്ധതികളുടെ മുന്നോട്ട് പോക്കിന് തടസ്സമുണ്ടാക്കുമെന്നും ചൈന കരുതുന്നുണ്ട്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്നത് ചൈനയുടെ സിയാൻജിയാങ് മേഖലയെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഇത് ചൈനയുടെ $1 ബില്യൺ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ്. ഈ പദ്ധതി വഴി പാകിസ്ഥാന്റെ ഗതാഗത, ഊർജ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വലിയ വികസനം സാധ്യമാവുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഈ ഇടനാഴി ദക്ഷിണേന്ത്യ, മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ മേഖലകളുമായി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ചൈനയെ സഹായിക്കുമായിരുന്നു. ഇത് ചൈനയുടെ ഊർജ ഇറക്കുമതി എളുപ്പത്തിലാക്കാനും അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുമായിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായ കറാച്ചി പെഷാവർ റെയിൽവേയുടെ നവീകരണമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായത്. 1800 കിലോമീറ്ററിലധികം നീളമുള്ള ഈ പാത പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഈ പാതയുടെ നവീകരണം പാകിസ്ഥാന്റെ ഗതാഗത മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ചൈനയുടെ പിന്മാറ്റത്തോടെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു. ഇത് പാകിസ്ഥാൻ റെയിൽവേയുടെ വികസനത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയുടെ ഈ പിന്മാറ്റം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഈ പദ്ധതിക്ക് ധനസഹായം തേടി പാകിസ്ഥാൻ ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ സമീപിച്ചിട്ടുണ്ട്. കറാച്ചി റോഹ്രി പാതയുടെ നവീകരണത്തിനായി $2 ബില്യൺ വായ്പയാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. ഈ പദ്ധതി പൂർത്തിയാക്കാൻ ADB സഹായം നൽകുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. കാരണം ADB വായ്പ നൽകുന്നതിന് മുൻപ് രാജ്യത്തിന്റെ സാമ്പത്തിക നിലയും രാഷ്ട്രീയ സ്ഥിരതയും പോലുള്ള ഘടകങ്ങൾ പരിശോധിക്കാറുണ്ട്. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ഒരുപക്ഷെ വായ്പ ലഭിക്കുന്നതിന് തടസ്സമായേക്കാം. പാകിസ്ഥാൻ സമീപകാലത്ത് അമേരിക്കയുമായി ഉണ്ടാക്കിയ അടുപ്പം ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ചൈന പാകിസ്ഥാന്റെ ഏറ്റവും വിശ്വസ്തമായ ഒരു സഖ്യകക്ഷിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ, സാമ്പത്തിക മേഖലയിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ചൈന പാകിസ്ഥാന് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകിയിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റുമായി പാക് നേതാക്കൾ നടത്തിയ ചർച്ചകളും അമേരിക്കയുമായി കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി. പാകിസ്ഥാൻ അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ചൈനയുടെ മേഖലയിലെ സ്വാധീനം കുറയുമെന്ന് അവർ ഭയപ്പെടുന്നു. ചൈനയുടെ ഈ നീക്കം പാകിസ്ഥാൻ നേതൃത്വത്തിന് ഒരു വലിയ പാഠമാണ്. ഒരു രാജ്യത്തെ ആശ്രയിക്കുന്നത് അപകടകരമാണെന്നും വിദേശ നയത്തിന് സമഗ്രമായ കാഴ്ചപ്പാട് ആവശ്യമാണെന്നും ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെയും അമേരിക്കയുടെയും ഇടയിൽ പെട്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ചൈനയുമായി നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് അമേരിക്കയുമായി അടുക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാൻ വിദേശകാര്യ നയത്തിലെ ഒരു വലിയ പിഴവാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവം ചൈന പാകിസ്ഥാൻ ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇത് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല, അവരുടെ ഭൂരാഷ്ട്ര തന്ത്രപരമായ നിലപാടുകളെയും ബാധിക്കും. ചൈനയുമായുള്ള ബന്ധം തകർന്നാൽ പാകിസ്ഥാന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. ഇതിനെ തുടർന്ന് ചൈന പാകിസ്ഥാന് നൽകുന്ന മറ്റ് സഹായങ്ങളും കുറയാനും സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ്.
അവർക്ക് പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ സാമ്പത്തികമായി പാകിസ്ഥാൻ കൂടുതൽ മുന്നോട്ട് പോകേണ്ടി വരും. പാകിസ്ഥാൻ ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ ആശ്രയിക്കുന്നത് അവരുടെ അവസ്ഥയുടെ ഒരു സൂചനയാണ്. അവർക്ക് ചൈനയുമായുള്ള ബന്ധം പഴയതുപോലെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സഹായത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി തന്നെ വരും. ഇത് ചൈനയുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ വിരുദ്ധമാകും. മൊത്തത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ അവരുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു.